ഒരു നാളികേരത്തിന് 15 രൂപയാണ് ഇന്നത്തെ വില. ഈ വിലയിൽ പക്ഷേ ഒരു സ്ഥിരതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിശ്ചിത നിത്യവരുമാനം ഉറപ്പാക്കുന്ന നീരജ് എത്തണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നത്. 50,000 തെങ്ങുകളുള്ള കർഷക ഫെഡറേഷനുകൾക്ക് 1500 തെങ്ങുകൾ വീതം ചെത്താനാണ് അനുമതി. തെങ്ങ് ചെത്ത് അബ്കാരി നിയമത്തിന്റെ പരിധിയിലായതിനാൽ നീരജ് എത്താനുള്ള ലൈസൻസും ചെത്തുകാർക്ക് മാത്രമേ ലഭിക്കൂ. കർഷകർക്ക് അവരുടെ ഇഷ്ടത്തിന് തൊഴിലാളികളെ നിശ്ചയിക്കണമെങ്കിൽ അതീവ സങ്കീർണമായ നടപടിക്രമങ്ങളുണ്ട്. കർഷകന് ചെയ്യാവുന്നതിനേക്കാൾ ഉപരി നോംസ് ആൻഡ് കണ്ടീഷൻ, വ്യവസ്ഥകളും ഉപാധികളും കൊണ്ട് അവനെ ബന്ധിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നീര ഉൽപാദനം കർഷകർക്ക് ഏറെക്കുറെ അസാധ്യമായി തുടരുകയാണ്. തേങ്ങ ഇടാൻ ഇപ്പോൾ യൂണിയനും കാര്യങ്ങളും ഇല്ല. ഇഷ്ടമുള്ള ആളുകളെ വെച്ച് തേങ്ങ ഇടിപ്പിക്കാം. അതേപോലെ തന്നെ ഇഷ്ടമുള്ള ആളുകളെ വിളിച്ച് ചെത്തിക്കാനുള്ള ഒരു അവകാശം കർഷകന് കൊടുത്താൽ മതി. കള്ളുഷാപ്പുകൾക്ക് വേണ്ടി ചെത്തുന്ന തൊഴിലാളികളെ നീരജ് എത്താൻ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട്. ചെത്തുതൊഴിലാളി യൂണിയനുകൾക്കാകട്ടെ നീരജ് എത്തുന്നതിനോട് വലിയ താല്പര്യവുമില്ല. അതിന് മാർക്കറ്റിൽ വിശ്വാസമില്ല. കാരണം പാല് ഇപ്പോൾ ഒരു 10 ലിറ്റർ പാലും 10 ലിറ്റർ കള്ളും 2 പാത്രത്തിൽ ഒരു കള്ള് ഷാപ്പിൻ്റെ മുന്നിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ തീരുന്ന സാധനം കള്ളായിരിക്കും. പാൽ അവിടെ തന്നെ ഉണ്ടാവും. ഇന്ത്യയിൽ മാത്രമാണ് അബ്കാരി നിയമത്തിന്റെ പരിധിയിൽ തെങ്ങ് വരുന്നത്. വിദേശ നാണ്യത്തിന് വലിയ സാധ്യതയുള്ള നീരയുടെ ഉൽപാദനം നിയമത്തിന്റെ കുരുക്കുകളിൽ മുറുകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തേങ്ങായും കരിക്കും മടലും ഓലയും വെട്ടാനുള്ള അവകാശം പോലെ തന്നെ കർഷകന് നീര ഉൽപ്പാദിപ്പിക്കാനുള്ള പരിപൂർണ അവകാശം അബ്കാരി ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടുകൊണ്ട് ഗവൺമെൻറ് കൊടുത്താൽ മാത്രമേ അവൻ്റെ സമ്പൂർണ്ണ അവകാശത്തിലേക്ക് വരത്തുള്ളൂ. ക്യാമറമാൻ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം കോഴിക്കോട് നിന്നും MK ഷുക്കൂർ, മീഡിയ 1.